ഹലോ ഗെസ്, ഇന്ന് ഞങ്ങൾക്ക് ഫാമിലിയിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അമ്മ നേരത്തെ ബസ്സിന് പോയി, ഞങ്ങൾ പിന്നെ ബൈക്കിന് പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ രേണുകയും ചിത്താണ്ടും മുന്നിൽ ചാടിയിട്ടോ. ഞങ്ങൾ വിട്ടുകൊടുക്കില്ല, ഞങ്ങൾ ഇനിയും മുന്നിൽ ചാടും. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തിയിട്ടോ. പിന്നെ ഒന്നും കൂടി മുടിയൊക്കെ ശരിയാക്കി, ഷാളൊക്കെ ശരിയാക്കി. പിന്നെ ബൈക്കിൽ വന്ന് ഞങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ ഞങ്ങൾ മേലേക്ക് കയറിയപ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ ആരും ഇല്ല കേട്ടോ. ഒക്കെ സ്റ്റാർട്ടാവണേ ഉള്ളൂ. മണ്ഡപത്തിലാണെങ്കിൽ ഡെക്കറേഷൻ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുക, പൂജയ്ക്കുള്ളതും. അപ്പോൾ സ്റ്റേജ് കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ലൈറ്റ് ഇട്ടപ്പോൾ അതിലേറെ ഭംഗിയായി. പിന്നെ ഞങ്ങളവിടെ നിന്ന് എല്ലാവരെയും കാത്തുനിന്ന് ക്ഷീണിച്ചിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങി പുറത്തേക്ക് കേട്ടോ. രേണുക ആക്ഷനൊക്കെ ഇട്ട് ചായ കുടിക്കുകയാണ് അവിടെ, വീഡിയോ എടുക്കാണെന്ന് പറഞ്ഞപ്പോഴേ. പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മണ്ഡപത്തിലേക്ക് തന്നെ തിരിച്ചു പോയി. അവിടെ എത്തിയപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുമായിട്ടോ. പ്രതീക്ഷിച്ച പോലെ സീറ്റൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. ഏതോ ഒരു മൂലയ്ക്ക് പോയി ഇരിക്കേണ്ടി വന്നു. അങ്ങനെ ചെക്കൻ വന്നു, പിന്നാലെ പെണ്ണും വന്നു. ന്നൊക്കെ പ്ലാൻ ഇട്ടതായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഏകദേശം കാണാനൊക്കെ പറ്റുന്ന രീതിക്കാണ്. പിന്നെ നമ്മളെ ക്യാമറമാന്മാർ വന്ന് ഇങ്ങനെ നിരന്ന് നിൽക്കണോണ്ട് ആ ഒരു വിഷയത്തിൽ കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ, കാണാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ താലി കെട്ടാൻ തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ അവസാന നിമിഷം ഒരു കല്യാണം കഴിക്കാൻ പോവാണ് കേസ്. ഇത് കണ്ടപ്പോൾ എനിക്ക് രേണുകയ്ക്കും പഴയ കാര്യങ്ങളൊക്കെ അങ്ങനെ ഓർമ്മ വന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഒന്നുകൂടി കല്യാണം കഴിച്ചാലോ, ഒന്നുകൂടി ഫോട്ടോഷൂട്ട് എടുക്കുന്നില്ലേ, ഇനി ഇതൊന്നും കിട്ടൂലല്ലേ, ഇനി എന്താ ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുമ്പോഴേക്കും താലിയിട്ട് കഴിഞ്ഞു കേസ്. അങ്ങനെ ഒരു ഫോട്ടോഷൂട്ടിലേക്ക് പോയി. ഞങ്ങൾ കുറച്ച് നേരം അവിടെ വായും പൊളിച്ച് നിന്നു, എന്തിനാണോ എന്തോ. പിന്നെ വയനാട്ടിൽ നിന്ന് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി എന്ന് പറയുമ്പോൾ സുധിയേട്ടൻ്റെയും ചിത്തേൻ്റെയും പെങ്ങൾ, ഒരു ഫാമിലി മൊത്തം വന്നിട്ടുണ്ടായിരുന്നു. ഓർക്കുണ്ടായിരുന്നു കല്യാണം. അങ്ങനെ കുട്ടികളെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ഐസ്ക്രീമൊക്കെ വാങ്ങി തന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെ ഫോട്ടോയാണ് അവർ നിന്ന് നോക്കണേ. പിന്നെ ഈ കാണുന്ന വലിയ ക്യൂ, അതായത് യുദ്ധം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ സദ്യയിലേക്കാണ്ടിരുന്നത്. കുറേ കറി ഉണ്ടായിരുന്നു കേട്ടോ. അടപ്രഥമൻ പായസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. പോണ വഴിക്ക് മോര് കുടിച്ച് ഋതുട്ടിന് സിപ്പപ്പ് മതി പറഞ്ഞു. പിന്നെ നാരങ്ങ സോഡ, അത്രേ ഉള്ളൂ.